നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ടാക്സും ഓഡിറ്റും അതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാർ, ഓണ്ടർപ്രണേഴ്സ് അവർക്കൊക്കെ വളരെ വിലയേറിയ വിദഗ്ധ അഭിപ്രായങ്ങൾ നൽകുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മളുടേത്. എന്നെനിക്ക് തോന്നുന്നു ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എക്സ്പേർട്ട് അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് എക്സ്പേർട്ട് ശ്രീ ജെയ്സൺ മണ്ഡപത്തിലാണ്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇന്നെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് 30 ദിവസം കൂടി അവശേഷിക്കുന്നുള്ളൂ അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ 1 മാസം കൂടി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള എൻക്വയറി, ആളുകളൊക്കെ എങ്ങനെയാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒരു വിദഗ്ധ ഉപദേശം വേണ്ടി വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വി ഹാവ് അബൌട്ട് 1 മാസം പെൻഡിങ് ഉള്ളൂ, 1 മാസം ബാക്കിയുള്ളൂ നമുക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സിൻ്റെ റിട്ടേൺ ഫയലിങ്ങും പേയ്മെൻറ്റും വരാനുള്ളൊരു ഡെഡ് ലൈൻ. അപ്പോൾ ആ ഒരു ഡെഡ് ലൈൻ്റെ ഇടയിൽ ഈ പറഞ്ഞൊരു ലാസ്റ്റ് 30 ഡേയ്സിൻ്റെ ഇടയിൽ തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ടതും എന്തൊക്കെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടതും എന്നൊരു ടോപ്പിക് ആയിരിക്കും വി വിൽ ട്രൈ ടു കവർ ടുഡേ. ഇപ്പോൾ നിലവിൽ എപ്പോഴും ദർ ആർ മെനി SME ബിസിനസ്സസ് ദാറ്റ് ആർ യെറ്റ് ടു രജിസ്റ്റർ. കുറേ പേരും ഇപ്പം രജിസ്ട്രേഷൻ സ്റ്റേജിൽ തന്നെയാണ്. അത് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്തിട്ട് തന്നെ രജിസ്ട്രേഷനും എടുക്കണം, അറ്റ് ദ സെയിം ടൈം അവരുടെ ഫയലിങ്ങും അവരുടെ ടാക്സ് റിട്ടേണും പേയ്മെൻറ്റും ഇതെല്ലാം ഈ പറഞ്ഞ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് അച്ചീവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കോമൺ പോയിൻറ്റ്സ് ദാറ്റ് വി വോണ്ട് ടു കീപ്പ് ഇൻ മൈൻഡ്, എന്തൊക്കെയാണ് ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഈ പറഞ്ഞൊരു 30 ദിവസത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെറിയൊരു ക്രാഷ് കോഴ്സ് എന്ന പോലെ ലെറ്റ് us റൺ ത്രൂ ദോസ് പോയിൻറ്റ്സ് ടുഡേ ഓവർ ഹിയർ. അപ്പോൾ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ് ആദ്യത്തെ ഒരു പോയിന്റ് ദാറ്റ് വി വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് ഇസ്, ആർക്കാണ് ഈ പറഞ്ഞൊരു കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ആരൊക്കെയാണ് ഇതായിട്ട് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ വി വിൽ ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഇപ്പം പല കമ്പനീസായിട്ട് പല കാറ്റഗറീസായിട്ട് നമുക്കിതിനെ ഒന്ന് തിരിക്കാം. ആദ്യം നമ്മുടെ സാധാ മെയിൻലാൻഡ് കമ്പനീസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ എനിക്കൊരു റവന്യൂ ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയോ എന്ന്. പക്ഷെ അത് ക്ലിയർ ആയിട്ട് FTA പറഞ്ഞിട്ടുണ്ട്. പല എപ്പിസോഡ്സിലും വി ഹവ് ഓൾസോ റീറ്ററേറ്റഡ് ദാറ്റ്. ബട്ട് അത് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ LLC കമ്പനീസ് ഓർ മെയിൻലാൻഡ് കമ്പനീസ്, സിവിൽ കമ്പനീസ് ആവാം, സോൾ പ്രൊപ്രിയേറ്റർഷിപ്പ് LLCs ആവാം, സിംഗിൾ പേഴ്സൺ കമ്പനീസ് ആവാം, സാധാ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആവാം, ഇവർക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ്റെ ഒരു ക്രൈറ്റീരിയ ഇസ് മാൻഡേറ്ററി. അവർക്ക് ടേൺ ഓവർ ഉണ്ടാവാം, ഓപ്പറേഷൻസ് ഉണ്ടാവാം, ചിലപ്പം ഓപ്പറേഷൻസ് ഇല്ലായിരിക്കാം. നന്ദലെസ് ഈ പറഞ്ഞൊരു രജിസ്ട്രേഷൻ ക്രൈറ്റീരിയ മാൻഡേറ്ററി തന്നെയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരുടെ ഫയലിങ്ങും തീർച്ചയായിട്ടും മാൻഡേറ്ററി തന്നെയായിട്ട് നീങ്ങുന്നുണ്ട് അവിടെ. അതല്ലാണ്ട് ഇനി ഇവരുടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്താണ് ആപ്ലിക്കബിൾ എന്നൊരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. അപ്പോൾ സാധാരണ മെയിൻലാൻഡ് കമ്പനിക്ക് ബൈ ഡിഫോൾട്ട് നമ്മുടെ ഡിഫോൾട്ട് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഓഫ് 9% ഓൺ ടാക്സബിൾ ഇൻകം അബവ് 375,000 dirhams ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് 500,000 dirhams പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ആൻഡ് ആ ഒരു 500,000 യു വിൽ ഹാവ് ടു ചിലപ്പം ആഡ് ബാക്ക് ചില ഡിസലൗഡ് എക്സ്പെൻസസ്. സോ ഒരു 10,000 dirhams പേഴ്സണൽ എക്സ്പെൻസസ് ഇയാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. തിരിച്ച് പ്രോഫിറ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്തതിന് ശേഷം 510,000 ആയിരിക്കും നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് അല്ല, ടാക്സബിൾ ഇൻകം. ഈ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ആദ്യത്തെ 375,000 മാറ്റി വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ള എമൗണ്ടിൻ്റെ 9% ആണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മെയിൻലാൻഡ് കമ്പനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ് രജിസ്ട്രേഷൻ ഇസ് മാൻഡേറ്ററി നോ മാറ്റർ വാട്ട് യുവർ റവന്യൂ ഓർ ഓപ്പറേഷൻ സ്റ്റേറ്റസസ്. ഒരു ഓപ്പറേഷൻ ഇല്ലാത്തൊരു കമ്പനിക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിങ്ങും മാൻഡേറ്ററി ആണ്. ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ, ഈ പറഞ്ഞ 9% സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പോൾ ഒരു ഫ്രീ സോൺ കമ്പനീനെ എടുത്ത് നോക്കാം. ഫ്രീ സോൺ കമ്പനിക്കും എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു ഫ്രീ സോൺ കമ്പനിക്ക് ഈ പറഞ്ഞ 0% ടാക്സ് അല്ലേ നമുക്കൊരു റേറ്റ് ആയിട്ട് വരുന്നത്, അത് കാരണം എനിക്ക് രജിസ്ട്രേഷൻ ഒന്നും വേണ്ട എന്നാണ് ഇപ്പോഴും ചില ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഈ പറഞ്ഞ ഫ്രീ സോൺ കമ്പനീസ് ജസ്റ്റ് ലൈക്ക് മെയിൻലാൻഡ് കമ്പനീസ്, അവർക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ടേൺ ഓവർ ഓർ ഓപ്പറേഷൻ സ്റ്റേറ്റസ്. അതായത് ഒരു ലൈസൻസ് നിങ്ങൾ വെറുതെ എടുത്തു വെച്ചു 2 കൊല്ലം മുന്നേ, പക്ഷെ അതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിലും വിത്തൗട്ട് എനി ആക്ടിവിറ്റീസ് ആ ഒരു ലൈസൻസിനെ പിടിച്ച് നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം every year corporate tax filing is also mandatory for such companies.
പക്ഷേ ഇപ്പം ഒരു ഫ്രീ സോൺ കമ്പനിയുടെ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് FTA തരുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് അവർ പറയുന്നുണ്ട് ഫ്രീ സോൺ കമ്പനി ഓരോ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിഷ്യൽ 0% ടാക്സ് റേറ്റ് ആണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് നോ മാറ്റർ വാട്ട് യുവർ പ്രോഫിറ്റ് ഇസ്, ആ ഒരു പ്രോഫിറ്റ് ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്വാളിഫയിങ് ഇൻകം എന്ന് പറയും. ആൻഡ് ഈ ക്വാളിഫയിങ് ഇൻകം വിൽ ബി ടാക്സ്ഡ് അറ്റ് 0% കോർപ്പറേറ്റ് ടാക്സ് റേറ്റ്. മറിച്ച് ഈ പറഞ്ഞൊരു കണ്ടീഷൻസ് ഫുൾഫിൽ ആവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ FTA തന്നെ ഒരു ഓപ്ഷൻ തരുവാണ്, നിങ്ങൾക്ക് ഇന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം, സെയിങ് ദാറ്റ് നിങ്ങൾക്ക് 0% ടാക്സ് റേറ്റ് വേണ്ട, സാധാ ഒരു മെയിൻലാൻഡ് കമ്പനിയുടെ ടാക്സ് റേറ്റ്സ് മാത്രം എനിക്ക് ഫോളോ ചെയ്താൽ മതി എന്നൊരു ഓപ്ഷനും ഇവർ തരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് ബീങ് എ ഫ്രീ സോൺ കമ്പനി ഈ പറഞ്ഞ സാധാ സ്റ്റാൻഡേർഡ് 9% ആയിരിക്കും ഒരു കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവുന്നത്. 9% എന്ന് പറയുമ്പോൾ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ആദ്യത്തെ 375,000 dirhams ഓഫ് ടാക്സബിൾ ഇൻകം മാറ്റി വെച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ടാണ് 9% അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെയിൻലാൻഡ് കമ്പനി ആയാലും ഒരു ഫ്രീ സോൺ കമ്പനി ആയാലും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി ആണ്, പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഇറ്റ് ഡസൻ മാറ്റർ. ആൻഡ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഏതൊക്കെയാണെന്ന് നമുക്കിപ്പം അറിയാം. സാധാ 9% റേറ്റ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഫ്രീ സോൺ ആൾക്കാർക്കൊരു 0% ബെനിഫിഷ്യൽ റേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ബെനിഫിഷ്യൽ റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഓരോ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ബ്രേക്ക് ഡൗൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫയിങ് ഇൻകം വേണം, മാൻഡേറ്ററി ഓഡിറ്റ് വേണം, ഡി മിനിമസ് എന്നൊരു റൂൾ ഉണ്ട്. അതായത് ചില നോൺ ക്വാളിഫയിങ് ആക്ടിവിറ്റി ചെയ്യാം, പക്ഷേ നോട്ട് മോർ ദൻ 5% ഓർ 5 million dirhams ഓഫ് ദി എൻറ്റയർ റവന്യൂ ഓഫ് ദി കമ്പനി. അതല്ലാണ്ട് ട്രാൻസ്ഫർ പ്രൈസിങ് റൂൾസ് തീർച്ചയായിട്ടും സ്ട്രിക്ട്ലി ആയിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് ഇങ്ങനത്തെ പല കണ്ടീഷൻസ് വരും നോക്കിയിട്ട് മാത്രം ദേ വിൽ ഹാവ് ടു ചൂസ് 0% ടാക്സ് ഫയലിംഗ് ഓർ ദർ. ആൻഡ് ദെൻ മൂന്നാമത്തെ ഒരു കാറ്റഗറി നമുക്കെടുക്കാം. ഈ മെയിൻലാൻഡ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും വി ഹാവ് ടു കീപ്പ് സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഔട്ട് ഓഫ് ദിസ്. ഈ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ സോൾ പ്രൊപ്രിയേറ്റർഷിപ്പ് ബിസിനസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നാച്ചുറൽ പേഴ്സൺ സ്റ്റേറ്റസ് ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് ഓണറും അതിൻ്റെ ബിസിനസ്സും രണ്ടും ഒന്നായിട്ട് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ, പുള്ളിക്കൊരു 10 സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ 10 സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എല്ലാം കൂട്ടിയിട്ട് ഒറ്റൊരു രജിസ്ട്രേഷൻ ആയിരിക്കും എടുക്കുന്നത്. അതും ഈ പറഞ്ഞ മിസ്റ്റർ എയുടെ പേരിലായിരിക്കും ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഇവർക്ക് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ ഇസ് മാൻഡേറ്ററി, ബട്ട് ഇവിടെ ഒരു ത്രെഷോൾഡ് കൊടുത്തിട്ടുണ്ട്. അൺലൈക്ക് ഫോർ മെയിൻലാൻഡ് കമ്പനി ഓർ ഫ്രീ സോൺ കമ്പനി, ഈ പറഞ്ഞ നാച്ചുറൽ പേഴ്സൺ ടൈപ്പ് ആൾക്കാർക്ക് ദേ ഹാവ് എ ത്രെഷോൾഡ് ഓഫ് 1 million dirhams റവന്യൂ ഉണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 1 million റവന്യൂ എന്ന് പറയുമ്പോൾ ബിസിനസ് ആക്ടിവിറ്റി, ബിസിനസ് റവന്യൂ എന്ന് ഒരു ഡെഫിനിഷനാണ് ഇവർ തരുന്നത്. ദിസ് എക്സ്ക്ലൂഡ്സ് എനി സാലറീസ്, പേഴ്സണൽ വേജസ്, പേഴ്സണൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ പ്യോർലി ഒരു ബിസിനസ് ആക്ടിവിറ്റി സൈഡിൽ നിന്ന് ഒരു 1 million dirhams ടേൺ ഓവർ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ then only they have to register for corporate tax in their personal name. ഒരു മെയിൻലാൻഡ് കമ്പനി ഫ്രീ സോൺ കമ്പനിക്ക് ഈ പറഞ്ഞൊരു ത്രെഷോൾഡ് കൊടുത്തിട്ടില്ല. അവർക്ക് 0 റവന്യൂ ആണെന്നുണ്ടെങ്കിലും ഡസൻ മാറ്റർ രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. അൺലൈക്ക് ഫോർ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓർ ഫ്രീലാൻസേഴ്സ് ഓർ ഈ പറഞ്ഞ നാച്ചുറൽ പേഴ്സൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഏത് ടാക്സബിൾ പേഴ്സൺ ആണെങ്കിലും ഈ പറഞ്ഞ 1 million dirhamsൻ്റെ ഒരു ത്രെഷോൾഡ് അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം they will have to follow the normal corporate tax rate of 9% on the taxable income above 375,000 dirhams. So I hope ഇതിനെ ഒന്ന് കണ്ടൻസ് ചെയ്ത് പറയുവാണെങ്കിൽ മെയിൻലാൻഡ് കമ്പനീസ് ഉണ്ട്, ഫ്രീ സോൺ ടൈപ്പ് ഉണ്ട്, നമുക്ക് നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോൾ പ്രൊപ്പറേറ്റേഴ്സ് ഓർ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെ രജിസ്ട്രേഷൻ ക്രൈറ്റീരിയ എല്ലാവരും എടുത്തിരിക്കണം എക്സെപ്റ്റ് ഫോർ നാച്ചുറൽ പേഴ്സൺ. ഇഫ് ദേ ഹാവ് റവന്യൂ എക്സീഡിങ് 1 million dirhams അവർക്ക് രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഇസ് മാൻഡേറ്ററി. ഇനി വരുന്നത് ഒരു സെക്കൻഡ് സെഗ്മെൻറ്റ്, അതായത് ഈ രജിസ്ട്രേഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി തന്നെയാണ്. അതായത് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം എല്ലാ കൊല്ലം 9 months ഫ്രം ദി എൻഡ് ഓഫ് യുവർ ടാക്സ് പീരിയഡ് ഈ പറഞ്ഞ ടാക്സ് റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി ആണ്. ഇപ്പം ഇൻ ദിസ് ലാസ്റ്റ് 30 days നമുക്ക്
we have to choose from 3 broad types of return filing options. അതായത് ഒരു ബ്രോഡായിട്ട് പറയുവാണെങ്കിൽ ദ കോമൺ 3 type of കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഓവർ ഹിയർ ഇസ് ഒരു ഫുൾ സ്കോപ്പ് റിട്ടേൺ ഫയലിംഗ് ഉണ്ടാകും. അതായത് ബൈ ഡിഫോൾട്ട് ഉള്ള ഒരു നോർമൽ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഇസ് ഒരു സ്മോൾ ബിസിനസ് റിലീഫ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു സിംപ്ലിഫൈഡ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആൻഡ് ദ തേർഡ് ഇസ് നിങ്ങളൊരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിഷ്യൽ 0% ടാക്സ് റേറ്റ് ഓപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ സോൺ ഫയലിംഗ് എന്ന് പറയാം. ഒരു ഫ്രീ സോൺ ഫയലിങ്ങിൻ്റെ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞൊരു 3 മെയിൻ സെഗ്മെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ടൈപ്സ് ആർ അവൈലബിൾ ടു ഓൾ ദ പാർട്ടീസ് ഓവർ ഹിയർ. ഇപ്പം ഈ പറഞ്ഞൊരു ഫുൾ സ്കോപ്പ് ഫയൽ ബൈ ഡിഫോൾട്ട് ഒരു കമ്പനി നിങ്ങളിപ്പം ഒരു ബിസിനസ് നടത്തുവാണെന്നുണ്ടെങ്കിൽ അത് ടാക്സ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു ഫുൾ സ്കോപ്പ് ഫയലിംഗ് വിൽ ഹാവ് ടു ഡു. ഏകദേശം 8 to 9 pages ഓഫ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കത് ചെയ്യേണ്ട, മറിച്ച് നിങ്ങളുടെ റവന്യൂ ഇസ് ബിലോ 3 million dirhams. FT is giving you a very simplified option. അവർ പറയുന്നത് ഈ പറഞ്ഞ് 8-9 പേജ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് ജസ്റ്റ് 2 പേജ് ഫില്ല് ചെയ്ത് തന്നാൽ മതി. ആൻഡ് ഈ 2 പേജ് ഫില്ല് ചെയ്യുന്നത് വിൽ ബി യുവർ ബേസിക് റവന്യൂ ഡീറ്റെയിൽസ്. ഓപ്ഷണലായിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാം. ആൻഡ് ദെൻ ബേസിക്കായിട്ട് ചില എലക്ഷൻസും ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു സിംപ്ലിഫൈഡ് CD ഫയലിംഗ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞൊരു ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്ക് നല്ല തരം ഒരു സിംപ്ലിഫൈഡ് ഓർ ഏറ്റവും എളുപ്പമായ ഒരു ഫയലിംഗ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഒരു എളുപ്പമുള്ള വഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ കോസ്റ്റ് ടു ഇറ്റ് ആസ് വെൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ് നടത്തുവാണ് ആൻഡ് ഡ്യൂറിങ് ദി ഇയർ എൻഡ് സേ ഏകദേശം ഒരു 400,000 dirhams ലോസ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അതായത് പ്രോഫിറ്റിൽ ഒരു ലോസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫുൾ സ്കോപ്പ് ഫയലിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിങ് ഷെഡ്യൂൾ, ഓരോ എക്സ്പെൻസസ്, ഓരോ ഡിസലൗഡ് ഐറ്റംസ്, ഓരോ ചോദ്യം കൃത്യമായിട്ടൊന്ന് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ ഈ പറഞ്ഞൊരു 400,000 dirhams ലോസ് വിൽ ബി അലൗഡ് ആസ് എ ടാക്സ് ലോസ് ക്യാരി ഫോർവേഡ്. എന്ന് വെച്ചാൽ ഐ ക്യാൻ ക്യാരി ദിസ് എമൗണ്ട് ടു ദ നെക്സ്റ്റ് ഇയേഴ്സ്. ആൻഡ് അടുത്ത കൊല്ലം നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇൻഡെഫിനറ്റ്ലി ഐ ക്യാൻ ക്യാരി ഫോർവേഡ് ബൈ ദ വേ. അപ്പോൾ സേ ആഫ്റ്റർ 2-3 years എനിക്കൊരു പ്രോഫിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരി ഫോർവേഡായ ലോസ് എനിക്ക് അന്നത്തെ പ്രോഫിറ്റായിട്ട് നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ടിൽ മാത്രം എനിക്ക് കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അത് കറണ്ട് സിനാറിയോ ചെയ്യണ്ടാണോ, അങ്ങനെയാണോ? അതായത് ഞാനിപ്പം ഒരു ലോസ് ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ക്യാരി ഫോർവേഡ് ദാറ്റ്. ഇപ്പം ഇഫ് യു ആർ ഹാവിങ് എ പ്രോഫിറ്റ്, ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ചാർജസ് ടാക്സ് ഓൺ ഇറ്റ്. നമുക്കൊരു ലോസ് ഉണ്ടെങ്കിലോ ദ നോട്ട് ഗോയിങ് ടു റീഫണ്ട് ദാറ്റ് ടാക്സ് എമൗണ്ട് ടു യു, മറിച്ച് ഒരു ബെനിഫിറ്റ് തന്നിട്ടുണ്ട്. അതായത് ഈ ലോസിന് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് ഇയർ ഓർ എനി സബ്സീക്വൻറ്റ് ഇയർ നിങ്ങളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഗെയിൻസ്റ്റായിട്ട് നമുക്കൊന്ന് നെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് കുറച്ചിട്ട് ആ ഒരു ബാലൻസ് എമൗണ്ടിൽ നിന്ന് വി വിൽ ഹാവ് ടു കമ്പ്യൂട്ട് നമ്മുടെ ടാക്സബിൾ ഇൻകം ഓർ ടാക്സ് പേയബിൾ വി വിൽ ഹാവ് ടു കമ്പ്യൂട്ട്. അപ്പോൾ ദാറ്റ് ഈസ് അവൈലബിൾ ഇഫ് യു ആർ ഡൂയിങ് ഈ പറഞ്ഞ നോർമൽ ഫുൾ സ്കോപ്പ് റിട്ടേൺ ഫയലിംഗ്. മറിച്ചൊരു സ്മോൾ ബിസിനസ് റിലീഫ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടില്ല. അതായത് നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ ഇക്കൊല്ലം സേ ഒരു 2 million dirhams ആയിരിക്കും നിങ്ങളുടെ റവന്യൂ, പക്ഷേ ലോസ് ഉണ്ടാക്കിയത് ഒരു 400,000 ആണെന്നുണ്ടെങ്കിൽ ആൻഡ് യു സെലക്റ്റഡ് സ്മോൾ ബിസിനസ് റിലീഫ്, ഈ പറഞ്ഞ 400,000 dirhamsൻ്റെ ലോസ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ക്യാരി ഫോർവേഡ് ടു ദ സബ്സീക്വൻറ്റ് ഇയേഴ്സ്. അത് ലാപ്സ് ആയി പോകും. അപ്പോൾ ഒരു സിംപ്ലിഫൈഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ദർ ഇസ് എ കോസ്റ്റ് ടു ഇറ്റ്. ഈ പറഞ്ഞൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൻഡ് യു വിഷ് ടു ക്യാരി ഇറ്റ് ഫോർവേഡ്, തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്മോൾ ബിസിനസ് റിലീഫ് എടുക്കാണ്ട് യു വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് ചൂസിങ് എ നോർമൽ ഫുൾ സ്കോപ്പ് റിട്ടേൺ ഫയലിംഗ് വിത്ത് ഡീറ്റെയിൽഡ് കോസ്റ്റ് ബ്രേക്ക് ഡൗൺ. ആൻഡ് നൗ ടു ദ തേർഡ് ടൈപ്പ് ഓഫ് ഫയലിംഗ് ഇസ് നമ്മുടെ ഫ്രീ സോൺ ഫയലിംഗ്. ഫ്രീ സോൺ ഫയലിംഗും ഒരു ബെനിഫിഷ്യൽ ഫയലിംഗ് തന്നെയാണ്. അതായത് കൃത്യം എല്ലാ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 0% ടാക്സ് ബെനിഫിറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്. അപ്പോൾ ഈ പറഞ്ഞൊരു ബെനിഫിറ്റ് എപ്പോഴും കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോസ് ഉണ്ടെങ്കിൽ ആ ലോസും ലാപ്സ് ആവും. യു വിൽ നോട്ട് ബി ഏബിൾ ടു ക്യാരി ഫോർവേഡ് ടു ദി സബ്സീക്വൻറ്റ് ഇയേഴ്സ്. അപ്പോൾ ഒരു ബെനിഫിറ്റ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ഹാവ് പ്ലേസ്ഡ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് വട്ട് യു സേ ഒരു കോസ്റ്റ് ടു ഇറ്റ് ആസ് വെൽ. സോ എല്ലാ ബിസിനസ്സസ് എസ്പെഷ്യലി എവറി CT രജിസ്റ്റേർഡ് പാർട്ടി ഷുഡ് തിങ്ക് അബൌട്ട് അവരുടെ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ ഇപ്പോൾ എന്താണ്, അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ.
ഈ പറഞ്ഞ 3 ഫയലിംഗ് ടൈപ്സിൽ ഏതാണ് ഇവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യേണ്ടതാണ്. നോർമൽ ഫുൾ സ്കോപ്പ് ആണോ, അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ലീഫ് ഓപ്ഷൻ സെലക്ട് ചെയ്തൊരു ഫയലിംഗ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ സോൺ ഫയലിംഗ് ആണോ, ദേ വിൽ ഹാവ് ടു ഡിറ്റർമൈൻ ആൻഡ് സെലക്ട് ഇറ്റ് ഓവർ ദ. അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ടൈപ്സ് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. ബിക്കോസ് ഇറ്റ് വിൽ ഹാവ് എ ഫ്യൂച്ചർ ഇമ്പാക്റ്റ് ആസ് വെൽ ഓവർ ഹിയർ. എനിക്കൊന്നിപ്പം ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു. സെഗ്മെൻറ്റ്സ് ഒക്കെ തിരിച്ച് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ജേസൺ പറഞ്ഞു. ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ എന്ത് തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, അതിനൊരു ക്രമീകരണം ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞൊരു നമ്മുടെ ഒരു കോർപ്പറേറ്റ് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ സ്റ്റാർട്ട്സ് ഫ്രം നിങ്ങളൊരു ടാക്സിബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. ഈ ടാക്സിബിൾ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരമുള്ളൊരു പ്രോഫിറ്റ് ഓർ ലോസ് എടുത്തിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് സച്ച് ആസ് ഡിസലൗഡ് അല്ലെങ്കിൽ അലൗഡ് ആയ എക്സ്പെൻസസ് എടുക്കുക, ചില എലക്ഷൻസ് ബേസിസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ഫിഗറാണ് നമ്മുടെ ഈ ടാക്സിബിൾ ഇൻകം ഓർ ടാക്സിബിൾ ലോസ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലോസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനീഷ്യലായിട്ട് നമുക്ക് കീ പ്രയോറിറ്റി വേണ്ടത് ഈ പറഞ്ഞ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഒരു വലിയ കമ്പനി ആണെന്നുണ്ടെങ്കിലും മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓർ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ. അപ്പോൾ പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ്സ് തന്നെയാണ് ആദ്യത്തെ ഒരു കംപ്ലയൻസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പം ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലാണ്ട് നമ്മളിപ്പം ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് റെക്കോർഡ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നും നമുക്ക് നോക്കണം. ആംസ് ലെങ്തിൽ തന്നെയാണ് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ടത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഇവർ വീണ്ടും സ്ട്രെസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റി, എസ്പെഷ്യലി റിലേറ്റഡ് പാർട്ടീസായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഓർ ഫ്രീ സോൺ ഫയലിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആംസ് ലെങ്ത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ പ്രൊവിഷൻസ് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫർ പ്രൈസിങ് റെക്കോർഡ്സ് ഇന്ന് അവൈലബിൾ ആണോ, ഈ ലാസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ ആയിട്ടില്ലെങ്കിൽ വി ആർ സപ്പോസ് ടു സ്പീഡ് ഇറ്റ് അപ്പ് ആൻഡ് മേക്ക് ഷുവർ വി ഹാവ് ഇറ്റ് ബിഫോർ വി ഡു ദി കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആസ് വെൽ. അപ്പോൾ നോട്ട് ജസ്റ്റ് യുവർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ട്രാൻസ്ഫർ പ്രൈസിങ് റെക്കോർഡ്സ് ഒക്കെ ഇഫ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു യുവർ ബിസിനസ് ദെൻ വി ഹാവ് ടു മേക്ക് ഷുവർ അതിപ്പം തന്നെ റെഡിയാണ് ടാക്സ് ഫയലിംഗ് ചെയ്യുന്നതിന് മുന്നേ. ഇപ്പം ബെനിഫിഷ്യലായിട്ടൊരു സ്മോൾ ബിസിനസ് റിലീഫ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്മോൾ ബിസിനസ് റിലീഫ് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. അതായത് നിങ്ങളുടെ കമ്പനിയുടെ റവന്യൂസ് ബിലോ 3 million dirhams, യു ഷുഡ് ബി എ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ ചില കണ്ടീഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതാണോ അതും തീർച്ചയായിട്ടും നോക്കിയിട്ടേ ഈ പറഞ്ഞൊരു SBR ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് ഇഫ് യു ആർ ചൂസിങ് ഇറ്റ് ആൻഡ് ലേറ്റർ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇതല്ലായിരുന്നു നമുക്ക് ആപ്ലിക്കബിൾ, തെറ്റിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, ദിസ് വിൽ അട്രാക്ട് ഡെഫിനറ്റ്ലി സം അഡ്മിനിസ്ട്രേറ്റീവ് പെനൽറ്റീസ് ആൻഡ് ടാക്സ് ഫൈൻസ് വിൽ ഓൾസോ കം ഓവർ ദർ. അനദർ മെയിൻ കണ്ടീഷൻ ദാറ്റ് പീപ്പിൾ മസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഇസ് എസ്പെഷ്യലി ഈ പറഞ്ഞൊരു ഫ്രീ സോൺ ഫയലിങ്ങിൻ്റെ 0% ടാക്സ് ബെനിഫിറ്റ് ഇവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഐ കീപ് റിപ്പീറ്റിംഗ് ദിസ് ഇൻ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ദാറ്റ് ഫ്രീ സോൺ ഫയലിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കണ്ടീഷൻ ഷുഡ് ബി സ്ട്രിക്ട്ലി മെറ്റ്. ഓരോ കണ്ടീഷൻ മസ്റ്റ് ബി ലേ ഡൗൺ. ഓരോ കണ്ടീഷൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫുൾഫിൽ ആവുന്നുണ്ടോ എല്ലാം കൃത്യം ഡോക്യുമെൻറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ട്രാൻസ്ഫർ പ്രൈസിങ് റെക്കോർഡ്സ് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ച് ഡോക്യുമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം യു ഷുഡ് മൂവ് അഹെഡ് വിത്ത് യുവർ ഫ്രീ സോൺ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ ടാക്സിബിൾ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾവേസ് കെപ്റ്റ് സെയിങ് ദാറ്റ് ഈ പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഊരണം. വിൽ ഹാവ് ടു ആഡ് ഇറ്റ് ബാക്ക് ടു ദ പ്രോഫിറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇസ് ദർ എനി എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, ചാരിറ്റി ഡൊണേഷനൊക്കെ കൊടുത്തത് ക്വാളിഫയിങ് പബ്ലിക് ബെനിഫിറ്റ് എൻറ്റിറ്റീസിനാണോ, അല്ലാന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. പേഴ്സണൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ തിരിച്ച് പ്രോഫിറ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ്. അറ്റ് ദ സെയിം ടൈം എനി ഇല്ലിസിറ്റ് പേയ്മെൻറ്റ്സ്, സപ്പോർട്ടിങ്സ് ഇല്ലാത്ത ചില എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫൈൻസ് ഓർ പെനൽറ്റീസ് ഫ്രം ദി ഗവൺമെൻറ് അതോറിറ്റീസ്, ഇങ്ങനത്തെ ഒക്കെ ചില എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് ഇറ്റ് ബാക്ക് ടു അവർ പ്രോഫിറ്റ് ആൻഡ് ദെൻ കമ്പ്യൂട്ട് അവർ ടാക്സബിൾ ഇൻകം. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ് മാത്രം വെച്ചാൽ പോരാ, മറിച്ച് അതിൽ നിന്ന് വി വിൽ ഹാവ് ടു കമ്പ്യൂട്ട് അവർ ടാക്സബിൾ ഇൻകം കറക്റ്റ്ലി. കാരണം അതാണ് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ് ബേസിസ് ഓർ നമ്മുടെ കമ്പ്യൂട്ടേഷൻ വരാൻ പോകുന്ന ഒരു ബേസിസാണ് ഈ പറഞ്ഞ ടാക്സബിൾ ഇൻകം. അപ്പോൾ തീർച്ചയായിട്ടും ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ഓർ ഏതൊക്കെയാണ് ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഓരോന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഗോ അഹെഡ് ആൻഡ് പ്രിപ്പയർ യുവർ ടാക്സ് വർക്കിങ്സ്.
അപ്പോൾ കുറേ പേരും ഇപ്പോഴും അവരുടെ സിസ്റ്റം തുറക്കുന്നു, സിസ്റ്റം പറയുന്ന ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവരൊരു ഫോർവേഡിലോട്ട് നീങ്ങുന്നത്, കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ടേഷൻ വേണ്ടിയിട്ട് നീങ്ങുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ യുവർ അക്കൗണ്ടിങ് റെക്കോർഡ്സ് എടുത്തതിന് ശേഷം ഡിസലൗഡ് ആയുള്ള എക്സ്പെൻസസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫർ പ്രൈസിങ് പ്രകാരം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയറിന് ഒരു ടാക്സ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ലോസും കുറച്ചതിന് ശേഷം കിട്ടുന്നൊരു ഫൈനൽ എമൗണ്ടാണ് ഈ പറഞ്ഞ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ഒരു ടാക്സബിൾ ലോസ് വരുന്നത്. സോ ആ ഒരു കമ്പ്യൂട്ടേഷൻ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞു വെക്കേണ്ടതാണ്. ആൻഡ് ദാറ്റ് ഈസ് വൺ മേജർ കീ കംപ്ലയൻസ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ FTA പോർട്ടൽ വഴിയാണ്. അപ്പോൾ നമ്മുടെ FTA പോർട്ടലിൽ കൃത്യമായിട്ടെല്ലാം അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് അപ് ടു ഡേറ്റ് ആണോ, റെക്കോർഡ്സ് ഓർ ഡേറ്റ ഓർ ഇൻഫർമേഷൻ അപ് ടു ഡേറ്റ് ആണോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് നോക്കേണ്ടതാണ്. ഇപ്പം തുടക്കത്തിൽ വി ഹാഡ് എൻ ഇഷ്യൂ വെയർ ലോട്ട് ഓഫ് ബിസിനസ്സസ് ഫേസ്ഡ് എൻ ഇഷ്യൂ വിത്ത് അവരുടെ എൻറ്റിറ്റി ടൈപ്പ്. ഇപ്പം വാറ്റ് രജിസ്റ്ററൊക്കെ ചെയ്യുന്ന സമയത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ കമ്പനിയുടെ പേരിൽ ലീഗൽ പേഴ്സൺ ഇൻകോർപ്പറേറ്റഡ് എന്ന എൻറ്റിറ്റി ടൈപ്പ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് പണ്ട് ദോ FTA ഹാസ് അലൗഡ് ഇറ്റ്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് അത് തെറ്റാണ്, അത് അമെൻഡ് ചെയ്തിട്ട് യു വിൽ ഹാവ് ടു കറക്റ്റ് ദാറ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പ് തിരിച്ച് നാച്ചുറൽ പേഴ്സണിലോട്ടാക്കി ആ പറഞ്ഞ ഓണറുടെ പേരിലോട്ടാക്കിയിട്ട് വേണം നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ എവറി ബിസിനസ് ഓണേഴ്സ് ആർ ഏർജ്ഡ് ടു ചെക്ക് ദെയർ എൻറ്റിറ്റി ടൈപ്പ് ആസ് പെർ ദെയർ FTA പോർട്ടൽ. അപ്പോൾ FTA പോർട്ടലിൽ തീർച്ചയായിട്ടും കയറി നോക്കിയിട്ട് എല്ലാ ഡേറ്റ് അപ് ടു ഡേറ്റ് ആണോ, ഈ പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പ് കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രം അവരുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടതാണ്. സോ ഇൻ ദിസ് ലാസ്റ്റ് 30 days ക്വൈറ്റ് എ ലോട്ട് ഓഫ് ചെക്സ് ആണ് ഇവർക്കുള്ള ചെക്കാണ് ചെയ്യാനുള്ളത്. ഇവിടെ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ചെയ്തോ, രജിസ്ട്രേഷൻ എടുത്തത് കറക്റ്റാണോ, FTA പോർട്ടൽ അപ് ടു ഡേറ്റ് ആണോ, അവരുടെ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് റെഡിയാണോ, ഏത് തരം CT റിട്ടേൺ ഫയലിംഗ് ആ ചെയ്യേണ്ടത്, അത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് അതിൻ്റെ റിലേറ്റഡ് പേയ്മെൻറ്റും ചെയ്യാനൊക്കുള്ളൂ. അത് തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതെന്ന് ഐ അർജ് ഓൾസോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ സമയമുള്ളൂ, ഇനി 30 days എന്ന് പറയുന്നത് വളരെ ചെറിയ സമയമുള്ളൂ. അപ്പോൾ എന്താണ് ഈ നമ്മളിപ്പോൾ നേരത്തെ വളരെ വിശദമായിട്ട് തന്നെ ജെയ്സൺ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനു മുമ്പേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഷുവർ. തീർച്ചയായിട്ടും ആദ്യത്തെ വാക്ക് എല്ലാവരുടെ മനസ്സിൽ വന്നത് പെനൽറ്റി അല്ലെങ്കിൽ ഫൈൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ FTA വിൽ ബി ഗിവിങ് സർട്ടൻ അഡ്മിനിസ്ട്രേറ്റീവ് പെനൽറ്റീസ്. ഇപ്പം ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓർ ലേറ്റ് പേയ്മെൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തന്നെ മിസ്സായാൽ ഇതിനെല്ലാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പെനൽറ്റി ഇവർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദർ ഇസ് എ പെർ മന്ത് 500 dirhams ആസ് എ ലേറ്റ് ഫയലിംഗ് പെനൽറ്റി that will be incurred. At the same time late പേയ്മെൻറ്റിൻ്റെയും ഈ പറഞ്ഞൊരു ഫിക്സ്ഡ് എമൗണ്ടും ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ഓൺ ദി ടാക്സ് ലയബിലിറ്റി വിൽ ഓൾസോ ബി കമ്പ്യൂട്ടഡ്. രജിസ്ട്രേഷൻ്റെ പെനൽറ്റി നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി എ ഫ്ലാറ്റ് 10,000 dirhams ദാറ്റ് ഈസ് ഗോയിങ് ടു ബി അപ്ലൈഡ് ഓവർ ദർ. അപ്പോൾ ഓരോ വയലേഷനും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് പെനൽറ്റി ആൻഡ് കോൺസിക്വൻസസ് കൃത്യമായിട്ട് FTA ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ we are supposed to maintain our accounting records or any sort of financial records for 7 years from the end of the tax period. അപ്പോൾ അറ്റ് എനി ടൈം സേ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് FTA is conducting an audit on your business. അറ്റ് ദാറ്റ് ടൈം നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെനൽറ്റി അവിടെയും വരുന്നതായിരിക്കും. അപ്പോൾ ഈച്ച് ഓഫ് ദി കംപ്ലയൻസ് അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറമെ തന്നെ ഒരു പെനൽറ്റി വിൽ ബി ഫോളോഡ് ഓവർ ദർ. ഇനി പെനൽറ്റിയും ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം സംതിങ് ഇൻറ്റേർണൽ നമുക്ക് നോക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പേയ്മെൻറ്റ് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു അൺനെസസറി ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ആസ് വെൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ SBR ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് ഇപ്പം അറിയാണ്ട് ഒരു ഫുൾ സ്കോപ്പ് ഫയലിംഗ് ചെയ്തു ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് അടിക്കേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ അവിടെ ഒരു അൺനെസസറി പേ ഔട്ട് ആ കമ്പനിക്ക് ഇൻകർ ആവുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പം ഇഫ് ദേ ഹാഡ് ഡൺ ദ ഫയലിംഗ് ലോങ് ബാക്ക് ഇറ്റ് സെൽഫ് ദെൻ ഓരോ മാസം എടുത്തിട്ട് ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓർ പാർട്ട് പേയ്മെൻറ്റ്സ് ചെയ്തിട്ട് ദേ കുഡ് ഹാവ് പെയ്ഡ് ഓഫ് ദർ കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി ആസ് വെൽ. മറിച്ച് ഇപ്പം ലാസ്റ്റ് മിനിറ്റിൽ ഇവർ ഫയൽ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ദേ വിൽ ഹാവ് ടു മേക്ക് ഷുവർ ടു പേ ഓഫ് ദി കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി ആസ് വെൽ
വിത്ത് ദിസ് 30th സെപ്റ്റംബർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 30th സെപ്റ്റംബർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾമോസ്റ്റ് ഓൾ ദി എൻറ്റിറ്റീസ് വിത്ത് ജാനുവരി ടു ഡിസംബർ ഫൈനാൻഷ്യൽ ഇയർ. ഇപ്പോൾ 30th സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ ഡേറ്റ് മാത്രമല്ല, ഫയൽ ചെയ്തിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റും അടിക്കാനുള്ളൊരു ഡെഡ് ലൈനാണ് ഈ പറഞ്ഞ 30th സെപ്റ്റംബർ ദാറ്റ് വി ആർ ടെല്ലിങ് ഓവർ ഹിയർ. സോ ഇറ്റ് ഈസ് ഫയലിംഗ് ആൻഡ് പേയ്മെൻറ്റ് ആസ് വെൽ. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയമാണ്. അപ്പം എന്താണ് ടാക്സ് അടയ്ക്കാൻ പോകുന്ന ആളുകളോട് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളോട് എന്താണ് നമുക്കൊരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പം ഒരു ക്വിക്ക് അഡ്വൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് നൗ. ഈ പറഞ്ഞൊരു 30 ഡേയ്സേ ഉള്ളൂ നമുക്ക് ഏകദേശം ബാക്കി ഫോർ 30th സെപ്റ്റംബർ 2025 ഓവർ ഹിയർ. അപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റ് 1 മന്തിൽ ഇതുവരെ ചെയ്യാത്ത കംപ്ലയൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. സ്പീക്ക് വിത്ത് യുവർ ടീം, സ്പീക്ക് വിത്ത് യുവർ മാനേജ്മെൻറ്റ്, ഓർ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ സ്പീക്ക് വിത്ത് കൺസൾട്ടൻസ്. അവരുടെ അഡ്വൈസ് എടുത്തിട്ട് മേക്ക് ഷുവർ ഈ പറഞ്ഞ 30 ഡേയ്സിനുള്ളിൽ ഫയലിങ്ങും തീരണം, അറ്റ് ദ സെയിം ടൈം പേയ്മെൻറ്റും അടിച്ചിരിക്കണം ഇഫ് ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു യു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ CT കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് അല്ലെങ്കിൽ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇൻ ദി കമ്മിങ് ഫ്യൂ ഡേയ്സ് ഇറ്റ് സെൽഫ് മേക്ക് ഷുവർ യുവർ ചെക്കിങ് ഈച്ച് ഓഫ് ദിസ്. അത് റിവ്യൂ ചെയ്യുക ആൻഡ് അതനുസരിച്ചിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക. ടേക്ക് കൺസൾട്ട് എ പ്രൊഫഷണൽ ഓവർ ഹിയർ ആൻഡ് ഗെറ്റ് ദെയർ അഡ്വൈസ് ആസ് വെൽ. ഏതാണ് നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ? ദേ വിൽ ഹെൽപ്പ് യു ചൂസ്. ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെക്ക് ചെയ്തതിന് ശേഷം ഏത് തരം ഫയലിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതും ദേ വിൽ ബി സജസ്റ്റിംഗ് ഓവർ ദർ. അപ്പോൾ ഈ പറഞ്ഞ ചില ഹോംവർക്സ് ഒക്കെ ഇന്ന് തന്നെ തുടങ്ങുക ആൻഡ് മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഡൺ സ്പീഡിലി ഓവർ ഹിയർ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇപ്പം കുറേ SME ബിസിനസ് ഐ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇല്ലാത്ത കമ്പനീസും ഉണ്ട്. അപ്പോൾ ഐ ഏർജ് എവറിബഡി ദാറ്റ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ ഇറ്റ് സെൽഫ് മേക്ക് ഷുവർ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സോ ദാറ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി അല്ലേ? കാരണം ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് പ്രേക്ഷകർക്കും ഈ പറയുന്നത് പോലെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യരുതാത്തത്, എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇതിന് തയ്യാറാവേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ജേസൺ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. ജസ്റ്റ് ഒരു ബിഫോർ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ഓവർ ഹിയർ വാട്ട് വി ക്യാൻ സേ ഇസ് ഈ പറഞ്ഞൊരു കോർപ്പറേറ്റ് ടാക്സ് കംപ്ലയൻസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 1 ടൈം കംപ്ലയൻസ് അല്ല, ബട്ട് എവറി ഇയർ, അതായത് റിക്കറിംഗ് ആയിട്ടൊരു കംപ്ലയൻസ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു ഡെഡ് ലൈൻ ഇസ് പുട്ട് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഡു ഇറ്റ് ഓൺ ഹാൻഡ്. അപ്പോൾ എൻ്റെ ഒരു ഗോൾഡൻ ടിപ്പ് എന്ന് വെച്ചാൽ ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഡെഡ് ലൈൻ. തീർച്ചയായിട്ടും അതിനെ മുന്നേ തന്നെ ഓർ വെൽ ബിഫോർ യുവർ ഡെഡ് ലൈൻ മേക്ക് ഷുവർ യു ഡു ഓൾ യുവർ നെസസറി കംപ്ലയൻസ് ആക്ഷൻസ് ആൻഡ് ഫയൽ ഇറ്റ് വേ ബിഫോർ ദ ഡെഡ് ലൈൻ ഇറ്റ് സെൽഫ്. അതുതന്നെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അവസാന നിമിഷം ഓടണ്ട എന്നുള്ളതാണല്ലേ ചുരുക്കം ആയിട്ട് ഇത് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടാക്സുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ വേണ്ട ഏറ്റവും നല്ല അഡ്വൈസ് തന്നെയാണ് നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസിൽ കൂടെ ഇന്ന് നമ്മൾ പ്രേക്ഷകർക്കായി തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ഇതിലും വിലപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.